Hare Krishna, Hare Krishna, Krishna Krishna. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ ശീല പ്രഭുപാദന്റെ ശിഷ്യന്മാരും പ്രഭുപാദുമായിട്ടുള്ള ആ ബന്ധത്തിനെ വർണ്ണിക്കാനായിട്ട് അവര് പലരും, പ്രഭുപാദന്റെ പല ശിഷ്യന്മാരും ശീല പ്രഭുപാദിനോട് ഇടപഴകുമ്പോൾ അവർക്ക് കിട്ടുന്ന സാക്ഷാത്കാരങ്ങള് രേഖപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട്. അതിനാണ് മെമ്മറീസ് ഓഫ് ശീല പ്രഭുപാദ് എന്ന് പറയുന്നത്. അതിലെ വോളിയം 1 വായിച്ചൊരു കാര്യമാണ്. ഗൗരിദാസ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ഭക്തന്റെ പറയുന്ന കാര്യമാണ്. അപ്പൊ ഈ ഗൗരിദാസ് പണ്ഡിറ്റ് വൃന്ദാവനത്തിലുണ്ടായിരുന്നു 1977 സമയത്തിൽ. ആ സമയത്താണ് ശീല പ്രഭുപാദ് തന്റെ ആരോഗ്യസ്ഥിതി വളരെ ബുദ്ധിമുട്ടായിട്ട് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് വരുന്നത്. അപ്പം എല്ലാ ഭക്തന്മാരും വൃന്ദാവനത്തിൽ അന്നേ ദിവസം വെയിറ്റ് ചെയ്തു പ്രഭുപാദ് തിരിച്ചു വരുന്നു. പ്രഭുപാദ് വിദേശത്ത് പോയതാണ്. ആരോഗ്യസ്ഥിതി വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് പ്രഭുപാദ് തിരിച്ച് തന്റെ ശരീരം ഉപേക്ഷിക്കാനായിട്ട് വൃന്ദാവനത്തിലേക്ക് വരുന്നത്. അപ്പൊ ശീല പ്രഭുപാദ് കാർ ഇറങ്ങിയപ്പോ തന്നെ ഭക്തന്മാരൊരു റോക്കിംഗ് ചെയർ അവിടെ വച്ചിരുന്നു. പ്രഭുപാദിന് നടക്കാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പം ഇരുന്ന് പോകാൻ വേണ്ടി റോക്കിംഗ് ചെയർ വെച്ചിരുന്നു. അപ്പം ഭക്തന്മാര്, പ്രഭുപാദ് വന്നു, ആ റോക്കിംഗ് ചെയറിലിരുന്നു. ഭക്തന്മാരത് എടുത്തിട്ട് പ്രഭുപാദ് പറഞ്ഞു, എന്നെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ വൃന്ദാവനത്തില് ശീല പ്രഭുപാദ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത ടെമ്പിളിലെ അകത്തേക്ക് വന്നു. നമുക്കറിയാം, വൃന്ദാവനത്തിലെ ക്ഷേത്രത്തില് 3 വിഗ്രഹങ്ങളാണുള്ളത്. ഒന്ന് ഗൗരനിത്തായ്, നടുക്ക് കൃഷ്ണ ബൽറാം, മറ്റേ സൈഡില് രാധാ ശ്യാം സുന്ദർ, ലളിത വിശാഖ. ഈ 3 അൾട്ടറുകളാണുള്ളത്. അപ്പം പ്രഭുപാദ് ആദ്യം ഗൗരനിത്തായുടെ അടുത്ത് നിന്നു. ആ ചെയർ അവിടെ കൊണ്ടുവച്ച് പ്രഭുപാദ് എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം ദീർഘമായിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനോട്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോഴത്തേന് ആ ചെയർ അവിടുന്ന് ആരോ മാറ്റി. അപ്പൊ പ്രഭുപാദ് തിരിച്ച് ആ ചെയറിലേക്ക് ബാക്കിലോട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോ ചെയർ അവിടെ ഇല്ല. പെട്ടെന്ന് വീണു പോകുന്ന പോലെ ഒരു അവസ്ഥ വന്നപ്പം തമാൽ കൃഷ്ണ മഹാരാജ് ചുറ്റും ഉണ്ടായിരുന്ന ഭക്തന്മാര് പ്രഭുപാദിനെ പിടിച്ചു. പിന്നെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പൊ തന്നെ ഭക്തന്മാർക്ക് മനസ്സിലായി പ്രഭുപാദിന്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതര അവസ്ഥയിലാണെന്ന് മനസ്സിലായി. പിന്നെ അടുത്ത ആൾട്ടറിൽ കൊണ്ടുപോയി കൃഷ്ണ ബൽറാം. അവിടെയും പ്രഭുപാദ് ഇരുന്നു, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ചെയർ അവിടെ തന്നെ ആൾക്കാർ വച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്രഭുപാദ് രാധാ ശ്യാം സുന്ദർ, ലളിത വിശാഖ അവരുടെ ആൾട്ടറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് പ്രഭുപാദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പ്രഭുപാദ് അതിനകത്ത് ഇരുന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, എല്ലാ ഭക്തന്മാരും എന്റെ റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദിന്റെ റൂം എന്ന് വെച്ചാൽ ടെമ്പിളിന്റെ ബാക്കിലായിട്ട് വരും. പ്രഭുപാദ് ഹൗസ് എന്നാ പറയുന്നത്. വലിയ ഒരു ബിൽഡിംഗ് ആണ്. അപ്പൊ ആ ബിൽഡിംഗിലെ ഒരു റൂം വലുതാണ് എങ്കിൽ പോലും, വലിയ റൂമാണെങ്കിൽ പോലും അത്രയും ഭക്തന്മാരെ ആ റൂമിൽ കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രഭുപാദ് അവിടെ ഇരുന്നു. വിദേശത്തും തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രഭുപാദ് അവിടെ ഇരുന്ന് അവരോട് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാ ഭക്തന്മാരും റൂമിൽ മാക്സിമം കയറി. പിന്നെ ചിലരൊക്കെ ജനലിലൂടെ അത് കേൾക്കാനായിട്ടിരുന്നു. പ്രഭുപാദ് എന്നിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്റെ ശരീരം ഉപേക്ഷിക്കാനാണ്. പക്ഷെ നിങ്ങൾ വെറുതെ കരയുകയോ വിഷമിക്കുകയോ ചെയ്യണ്ട. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ പുസ്തകങ്ങൾ വായിക്കുകയും നിങ്ങൾ പരസ്പരം സഹകരണത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു നിർത്തി. അപ്പൊ എന്നിട്ടും കുറച്ച് ഭക്തന്മാർക്ക് ഭയങ്കര വിഷമമായി. പ്രഭുപാദ് തങ്ങളെ വിട്ട് ഈ ശരീരം ഉപേക്ഷിച്ച് പോകും എന്ന് പറഞ്ഞപ്പോ അപ്പൊ അവർ ആ വിഷമത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും പ്രഭുപാദ് പറഞ്ഞു, ഡു നോട്ട് ലാമെന്റ്, ഐ ആം ഓൾവേസ് ഇൻ മൈ ബുക്സ്, റീഡ് ആൻഡ് കോപ്പറേറ്റ്. ഇതാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. ഞാൻ എപ്പോഴും എന്റെ പുസ്തകങ്ങളിലുണ്ട്, നിങ്ങളത് വായിക്കുക, നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് ഗൗരിദാസ് പണ്ഡിറ്റ് പ്രഭു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പ്രഭുപാദിന്റെ പുസ്തകങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം, അതിലെ നിർദ്ദേശങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം. അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് പരസ്പര സഹകരണത്തോടു കൂടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
പുസ്തകങ്ങള് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഭക്തന്മാരോട് പരസ്പര സഹകരണത്തോടു കൂടിയായിരിക്കും ഇടപഴകുന്നത്. പുസ്തകങ്ങൾ നമ്മൾ ആഴത്തിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഭക്തന്മാരുടെ ഇടയിൽ ശിഥിലങ്ങളും വിഷമങ്ങളും ഉണ്ടാവും. അപ്പം ഒരു വ്യക്തി പുസ്തകങ്ങൾ നിരന്തരം വായിക്കുകയും അതേസമയം പരസ്പര സഹകരണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മീയ ആരോഗ്യം വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ഭക്തിയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ശ്രീല പ്രഭുപാദ നമുക്ക് പറഞ്ഞു തന്നതായിട്ട് ഗൗരിദാസ് പണ്ഡിറ്റ് പ്രഭു നമുക്ക് വെളിവാക്കി തരുന്നു. ഹരേ